നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. ഇന്ന ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണല്ലോ നറുക്കെടുപ്പ് നടക്കുക. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു ജനകീയ പദ്ധതിയാണ് ലോട്ടറി എന്ന് പറയുന്നത്. 365 ദിവസം കൊണ്ട് 365 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ലോട്ടറി. ഓരോ ദിവസവും ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ പേരുകളിലാണ് ലോട്ടറി അറിയപ്പെടുക. അതായത് ഞായറാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റിന് സമൃദ്ധി എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ പേരിലാണ്. അങ്ങനെ ശനിയാഴ്ച ദിവസം കാരുണ്യത്തിന്റെ പേരിലാണ് ഈ ലോട്ടറി അറിയപ്പെടുന്നത്. അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കാരുണ്യ ലോട്ടറി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരുണ്യ ലോട്ടറിയിൽ കൂടി കിട്ടുന്ന വരുമാനം കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് ഗവൺമെന്റ് നീക്കിവെക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയാണ് കാരുണ്യ ലോട്ടറി. അപ്പോൾ ഗവൺമെന്റിന്റെ ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും 50 രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുക്കാം. ഇനി എൻ്റെ ഇപ്പോഴത്തെ നിക്കക്കളി ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ഒരു ലോട്ടറി അടിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടേനെയും, അതുകൊണ്ട് എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ ബാധ്യതയില്ലാത്ത പണമാണ്, അതെന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാം. ഇനി അതുമല്ല, ലോട്ടറി വിൽക്കുന്ന ഒരു സഹോദരനെയോ സഹോദരിയെ കണ്ടിട്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് 50 രൂപ കൊടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ലോട്ടറിയിൽ പങ്കാളിയാകുവാൻ അവസരമുണ്ട്. എന്നാൽ ജ്യോതിഷം ഇവിടെ പറയുന്ന കാര്യം, എന്തെല്ലാം ചിന്തകൾ ഇതിലെയൊക്കെ കാട് കയറിപ്പോയെന്ന് പറഞ്ഞാലും ലോട്ടറി ഭാഗ്യം ഈ ശനിയാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള കുറെ നാളുകാർ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് മാത്രമായിരിക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ തുലാക്കൂറുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനുക്കൂറുകാർക്ക്, ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത ലോട്ടറി വ്യാപാരികൾക്ക് ലോട്ടറിയിൽ കൂടി ധനം വന്നു തരുവാൻ സാധ്യതയുള്ളത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാർക്കാണ്. കുംഭക്കൂറുകാർക്കും കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം, 2 പാദം, ചതയം, പൊരുട്ടാതി, മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ഈ നാളുകാർക്കെല്ലാമുള്ള ടിക്കറ്റ് സർക്കാർ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും ടിക്കറ്റ് തികയത്തില്ല, അല്ലെ കിട്ടത്തില്ല, ഒന്നും നിരാശപ്പെടേണ്ട. എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് സർക്കാരിന്റെ പക്കലുണ്ട്. 50 രൂപ കൊടുത്ത് വാങ്ങിക്കുക, ഭാഗ്യം പരീക്ഷിക്കുക. ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ലോട്ടറി ഭാഗ്യം കിട്ടും. പക്ഷെ എങ്കിലും ഈ പറഞ്ഞ നാളുകാരൊക്കെ 50 രൂപ മുടക്കുക, അല്ലാത്തവർ മാറി നിൽക്കുക. അല്ലാത്തവരുടെ ദശാകാലമൊക്കെ അതുപോലെ നേട്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യമാണ്, നല്ല വെച്ചടി ഓരോ ദിവസവും നിങ്ങൾക്ക് അപൂർത്തിയാണ്, ധനനേട്ടമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ചിലപ്പോൾ 1-ാം സമ്മാനം നിങ്ങൾക്കായിരിക്കും ലഭിക്കുക. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട്, അത് ദശാകാലത്തിന്റെ സമയ നേട്ടം കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുക. ഭാഗ്യദേവത കടാക്ഷിക്കണം. ഭാഗ്യദേവത കടാക്ഷിച്ചാൽ ശനിയാഴ്ച ദിവസം 3 മണി എന്ന് പറയുന്ന സമയം കഴിയുമ്പോൾ ജീവിതം മാറി മറിയും. ഒരു കോടീശ്വരനാകുവാൻ സാധ്യതയുണ്ട്. ചുമ്മാ 5 ലക്ഷം കൈ കിട്ടിയാൽ പോരെ? 50 രൂപ കൊടുത്ത് 5 ലക്ഷം കിട്ടിയാൽ എന്നെ മോശമാണോ? അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഭാഗ്യദേവതയുടെ അനുഗ്രഹം വേണം. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുക. എന്റേതായിട്ടുള്ള കണക്കൂട്ടൽ പ്രകാരം ഞാൻ കുറെ നമ്പറുകളൊക്കെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നമ്പർ സെലക്ട് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉടക്കുന്നുണ്ടെങ്കിൽ, ഈ നമ്പറിലൊക്കെ സമ്മാനം അടിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഈ നമ്പറുകളൊക്കെയാണ് തിരിഞ്ഞും മറിഞ്ഞും, അതായത് 0 മുതൽ 9 വരെയുള്ള നമ്പറുകൾ തല കുത്തിയാലും മറിഞ്ഞാലും വീണാലും ഒക്കെ വരുന്നത് എങ്ങനെയാണോ ആ നമ്പറുകളൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരു മാറ്റവും വരത്തില്ല. അപ്പോൾ ഈ നമ്പറുകളിലൊക്കെയാണ്. പിന്നെ
നമ്മൾ എല്ലാ ടിക്കറ്റും വാരി വലിച്ചെടുക്കരുത്. ഒരു ടിക്കറ്റ് എടുക്കുക, 50 രൂപ കൊടുക്കുക. 50 രൂപയിൽ കൂടി നമ്മൾ ഭാഗ്യം പരീക്ഷിക്കാവുള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഓർക്കണം. വീടുണ്ട്, കൂടുണ്ട്, കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും പോകണം. ലോട്ടറിയേന്ന് വിളിച്ച് ശരണം പ്രാപിച്ച് ജീവിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ നോക്കിയെടുത്ത് അടിച്ചാൽ അടിക്കട്ടെ, പോയാൽ പോട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ഭാഗ്യം പരീക്ഷിക്കുക. ലോട്ടറി ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ലോട്ടറി അല്ലേ, നമ്മുടെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു പാപമൊന്നുമല്ല. അപ്പോൾ പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു പാപമായി മാറരുത്. കാരണം കിട്ടുന്ന പണം മുഴുവൻ ലോട്ടറി ടിക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു പാപമായി മാറും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് 2 അക്ക നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതിയെടുത്തോളൂ, അത് നോക്കി ടിക്കറ്റ് എടുക്കുക. ചിലപ്പോൾ ഭാഗ്യദേവത എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് രക്ഷിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ഭാഗ്യം വരുന്നത് ആരെയും അറിയിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടി ഒരു ടിക്കറ്റ് എടുക്കുക. ഒരു പക്ഷെ നിങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സഹായം ഈ ലോട്ടറിയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരും. അങ്ങനെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിലെ 4 അക്ക നമ്പറുകളും 6 അക്ക നമ്പറുകളും ഒന്ന് കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ 1 വരണം, 2 വരണം, 6 വരണം, 9 വരണം. ഇങ്ങനെയുള്ള സംഖ്യകളാണെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ഭാഗ്യം ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.